SSC GD പരീക്ഷയുടെ ഹോൾ ടിക്കറ്റ് ഒക്കെ ഡൗൺലോഡ് ചെയ്തിട്ടിരിക്കുകയായിരിക്കും എല്ലാവരും. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഈ SSC GD എക്സാമിൻ്റെ മുൻ വർഷങ്ങളിലെ കുറച്ച് ചോദ്യങ്ങളാണ് ചെയ്തു നോക്കുന്നത്. ഇതിനു മുമ്പ് ധാരാളം വീഡിയോകൾ നമ്മളിങ്ങനെ ചെയ്തിട്ടുണ്ട്. SSC പരീക്ഷയ്ക്ക് വേണ്ടി അതുപോലെ RRB NTPC പരീക്ഷയ്ക്ക് വേണ്ടിയും ഒക്കെയുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ധാരാളം വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. സോ അത് കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടു നോക്കുക. ഇതുപോലെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന വീഡിയോസ് മാത്രമല്ല, ടോപ്പിക് വൈസ് ആയിട്ടും മാത്സിലെ ഓരോ ചാപ്റ്ററിനെയും വളരെ വിശദമായിട്ട് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണ്ടിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും കണ്ടു നോക്കുക. മാത്സിന് മുഴുവൻ മാർക്കും വാങ്ങിക്കത്തക്ക രീതിയിലാണ് ഈ ക്ലാസ്സുകളൊക്കെ നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും എന്തായാലും നിങ്ങൾ പരീക്ഷാ ഹാളിൽ ചെല്ലുമ്പോൾ ഇവിടെ ഇതേപോലെയുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കുറച്ച് ചോദ്യങ്ങൾ എടുത്തിട്ടുണ്ട്. അപ്പം സമയം ഒട്ടും കളയേണ്ട, നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. സോ ആദ്യത്തെ ചോദ്യം ഇതാണ്: ദ റേഷ്യോ ബിറ്റ്വീൻ ടു നമ്പേഴ്സ് ഈസ് 7:11 and their LCM is 154. The first number is. അപ്പോൾ നമുക്ക് രണ്ട് നമ്പർ തമ്മിലുള്ള റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും ഏതാണ്? 7:11. പിന്നെ പറഞ്ഞിരിക്കുന്നത് LCM. എന്താണ് ഈ LCM എന്ന് ആദ്യം മനസ്സിലാക്കണം. LCM എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ. അതായത് ഈ 7ൻ്റെയോ 11ൻ്റെയോ എത്രാമത്തെയോ മൾട്ടിപ്പിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ പറയാം ഫസ്റ്റ് നമ്പറിനെ 7x എന്നും സെക്കൻഡ് നമ്പറിനെ 11x എന്നും പറയാം. ഇതിൻ്റെ LCM ആണ് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ഓഫ് 7x ആൻഡ് 11x എന്ന് പറയുന്നതാണ് എത്ര? 154. അതായത് 7ൻ്റെ എത്രാമത്തെയോ മൾട്ടിപ്പിൾ, അതേപോലെ തന്നെ 11ൻ്റെ എത്രാമത്തെയോ മൾട്ടിപ്പിൾ. ഇപ്പോൾ 7ൻ്റെയോ 11ൻ്റെയോ എത്രാമത്തെയോ മൾട്ടിപ്പിൾ ആണ് ഇതെന്ന് പറയുന്നത് 150. അത് രണ്ടും ഒരേ നമ്പറാണ്. അപ്പോൾ 7ൻ്റെ മൾട്ടിപ്പിളും 11ൻ്റെ മൾട്ടിപ്പിളും ഒരാളായിരിക്കണം. അതാണ് ഇത് ഈ 154 എന്ന് പറയുന്നത്. അപ്പോൾ ഇത് നമ്പർ ശരിക്കും 7ഉം 11ഉം അല്ല. അതാ ഞാൻ പറഞ്ഞത് 7ൻ്റെയോ 11ൻ്റെയോ എത്രാമത്തെയോ മൾട്ടിപ്പിൾ ആണ് നമ്മുടെ നമ്പർ. അത് എത്രാമത്തെ മൾട്ടിപ്പിൾ എന്നുള്ളതിനാണ് നമ്മളിവിടെ എക്സ് എന്ന് എടുത്തിരിക്കുന്നത്. സോ 7x-ഉം 11x-ഉം. ഓക്കെ, സോ നമുക്ക് ഇതിൻ്റെ LCM എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? സോറി, രണ്ടിനെ ഇവിടെ കോമൺ ആയിട്ട് എക്സ് കൊണ്ടല്ലേ മൾട്ടിപ്പിൾ ചെയ്തത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ 77x എന്ന് പറയാം. അപ്പോൾ ചോദിക്കും സാറേ 7x-ഉം 11x-ഉം കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പം 77x² അല്ലേ വരിക? എന്താണ് അത് ശരിക്കുമുള്ള പ്രോഡക്റ്റ്? ഇപ്പം നമ്മൾ പറയുന്നത് 7ൻ്റെ ഏതോ ഒരു മൾട്ടിപ്പിൾ, അതേപോലെ 11ൻ്റെ. ഇപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും കോമൺ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പം LCM എന്ന് പറയുമ്പോൾ അത് എപ്പോഴും 77x² ആയിരിക്കത്തില്ല, 77x തന്നെ ആയിരിക്കും. അപ്പോൾ 77x ആണ് എത്ര? 154. അപ്പോൾ എക്സ് എത്ര? 154 ഡിവൈഡഡ് ബൈ 77 എത്ര കിട്ടും? നമുക്ക് 2 കിട്ടും. അപ്പോൾ എക്സിൻ്റെ വാല്യൂ നമുക്ക് എത്ര കിട്ടി? 2 കിട്ടി അല്ലേ? ഇനി എന്തോ കണ്ടുപിടിക്കണ്ടേ? ഫസ്റ്റ് നമ്പറാണ് കണ്ടുപിടിക്കണ്ടേ. ഫസ്റ്റ് നമ്പറിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് 7x കൊണ്ടല്ലേ? യെസ്. സോ എക്സ് നമുക്ക് 2 കിട്ടിയാൽ 7x എന്ന് പറയുന്നത് എത്ര ആയിരിക്കും മക്കളെ? 7 × 2 എത്ര കിട്ടും? 14 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഓപ്ഷൻ എ 14. ശരിയാണോ? യെസ്, തീർച്ചയായും. സോ ആൻസർ എത്ര കിട്ടി? ഓപ്ഷൻ എ. അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാൻ. രണ്ടാമത്തെ ചോദ്യം: ദി ആവറേജ് ഓഫ് 3 ചിൽഡ്രൻ ഓഫ് അരിഹൻ സിംഗ് ഈസ് 12 years. അരിഹൻ സിംഗിൻ്റെ 3 പുത്രന്മാരുടെ ശരാശരി പ്രായം 12 വയസ്സാണ്. ആൻഡ് ദ റേഷ്യോ ഓഫ് ദർ ഏജസ് ഈസ് 3:4:5. 3 മക്കളുണ്ട്. അവരുടെ വയസ്സിൻ്റെ 3 മക്കളെ ഉള്ളൂ എന്ന് നമുക്കറിയത്തില്ല. 3 മക്കളുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ. അവരുടെ വയസ്സുകളുടെ ശരിക്കുള്ള അവരുടെ വയസ്സുകളുടെ റേഷ്യോ 3:4:5 ആണ്. അവരുടെ വയസ്സുകളുടെ ശരാശരി എന്ന് പറഞ്ഞാൽ എന്താ മക്കളെ? ആവറേജ് ഈസ് ഈക്വൽ ടു സം ഓഫ് ദ ക്വാണ്ടിറ്റീസ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ് അല്ലേ? തുകയെ എണ്ണം കൊണ്ട് ഹരിച്ചാൽ കിട്ടുന്നത് എന്തോ അതാണ് ശരാശരി. ഓക്കെ, അപ്പോൾ ആദ്യം ഇവിടെ കിട്ടിയിട്ടുണ്ട്. എത്രയാണ്? 12 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുകയെ 3 കൊണ്ട് ഹരിച്ചതല്ലേ 12? കാരണം ശരാശരി എന്ന് പറഞ്ഞാൽ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കണം. 3 മക്കളെന്നല്ലേ പറഞ്ഞേക്കുന്നത്? 3 മക്കളുടെ ശരാശരി. അപ്പോൾ തുകയെ 3 കൊണ്ട് ഹരിച്ചാലാണ് 12 കിട്ടുക. അപ്പം ഈ 3 പുത്രന്മാരുടെയും, പുത്രന്മാരാണോ ചിൽഡ്രൻ എന്നേ പറഞ്ഞിട്ടുള്ളൂ, പുത്രനും പുത്രിയും ഒക്കെ ആകാം. സോ 12 × 3 എത്ര കിട്ടും? 36 എന്ന് കിട്ടും. അപ്പോൾ തുക എത്ര കിട്ടി? തുക 36 എന്ന് നമുക്ക് കിട്ടി. ശരിയാണോ? തുക എത്രയാണ്? 36. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? റേഷ്യോ ഓഫ് ദെയർ ഏജസ്. അതായത് ആദ്യത്തെ പുത്രനും അല്ലെങ്കിൽ ആദ്യത്തെ കുട്ടിയും രണ്ടാമത്തെ കുട്ടിയും മൂന്നാമത്തെ കുട്ടിയും തമ്മിലുള്ള വയസ്സിൻ്റെ റേഷ്യോ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ് റേഷ്യോ പറഞ്ഞിരിക്കുന്നത്? 3:4:5. ശരിക്കുമുള്ള വയസ്സിൻ്റെ റേഷ്യോ. മക്കളെ തുക എത്ര? 36. അപ്പോൾ ഈ 36 എന്ന് പറയുന്നത് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിക്കേ. 36 എന്ന് പറയുന്നത് ഇതാ ഈ 3:4:5 എന്ന റേഷ്യോയിൽ ഡിവൈഡ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ശരിക്കുമുള്ള അവരുടെ വയസ്സിൻ്റെ റേഷ്യോ ആണ്. അതായത് ഏറ്റവും ഇളയ കുട്ടിക്ക് 3 വയസ്സാണെങ്കിൽ
അടുത്ത കുട്ടിക്ക് 4 വയസ്സ്, അതിൻ്റെ അടുത്ത കുട്ടിക്ക് 5 വയസ്സ് എന്നാണ് അതിൻ്റെ അർത്ഥം. 3, 4, 5 ആണോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. നമ്മളോട് പറഞ്ഞിരിക്കുന്നത് 3:4:5 ആണ്. അപ്പം നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ 3-ന്റെയും 4-ന്റെയും 5-ന്റെയും എത്രാമത്തെ മൾട്ടിപ്പിൾ ആണ്? വേണമെങ്കിൽ നമുക്ക് ഇവിടെ എക്സ് എടുക്കാം, എക്സ് എടുക്കാതെയും നമുക്ക് ചെയ്യാം. ഇപ്പോൾ എക്സ് എടുക്കാതെ ചെയ്യുവാണെങ്കിൽ ഇപ്പോൾ നോക്കിക്കേ 3, 4, 5 ഇത് 3 കൂടെ കൂട്ടുന്നത് എത്ര ആയിരിക്കും? നോക്കിക്കുക, എല്ലാം കൂടെ കൂട്ടുന്ന നോക്കിക്കുക, റേഷ്യോ അങ്ങ് കൂട്ടുക. നമുക്ക് ശരിക്കുള്ള വയസ്സ് അറിയത്തില്ലല്ലോ, അപ്പോൾ നമ്മൾ റേഷ്യോ അങ്ങ് കൂട്ടുക. 4, 3, 7, 5, 12. എടാ മക്കളെ 12 എന്ന് പറയുന്നതായിരിക്കത്തില്ലേ അപ്പോൾ ഈ 36? കാരണം ശരിക്കുമുള്ള, ഇങ്ങോട്ട് നോക്കിക്കേ, ശരിക്കുമുള്ള തുക എത്ര? 36. റേഷ്യോയിൽ നോക്കുമ്പോൾ അതെത്ര? 12. അപ്പോൾ ഈ 12-നെ നമുക്ക് ഈ 36 കണക്ട് ചെയ്യാം. അപ്പോൾ 12 എന്ന് പറയുന്നത് 36 ആണ്. 12 36 ആണെങ്കിൽ 1 എത്ര ആയിരിക്കും? 36 ഡിവൈഡഡ് ബൈ 12 എത്ര കിട്ടും? 12-നെ 36 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് എത്ര കിട്ടും? 3. അപ്പോൾ നമുക്ക് 1 എന്ന് പറയുന്നത് എത്ര കിട്ടിയടാ? 3 എന്ന് കിട്ടി. 1 എന്ന് പറയുന്നത് നമുക്ക് എത്ര കിട്ടി മക്കളെ? 3 കിട്ടി. കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? ചോദ്യം എന്തുവാ? വാട്ട് ഈസ് ദി ആവറേജ് ഏജ് ഓഫ് ദി യങ്ങസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ചൈൽഡ്? വാട്ട് ഈസ് ദി ആവറേജ് ഏജ് ഓഫ് യങ്ങസ്റ്റ് ചൈൽഡ് എന്ന് പറഞ്ഞാൽ ഈ 3 വയസ്സുള്ളവനല്ലേ, അല്ലെ 3 ഉള്ളവനല്ലേ? ഓൾഡസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്ര? 5. അപ്പോൾ ഇവന്മാരുടെ യങ്ങസ്റ്റിൻ്റെയും ഓൾഡസ്റ്റിൻ്റെയും കൂടി ആവറേജ് എന്ന് പറഞ്ഞാൽ 3 + 5 ഡിവൈഡഡ് ബൈ 2 അല്ലേ? അതായത് 8 ഡിവൈഡഡ് ബൈ 2 4 അല്ലേ? ശരാശരി എന്ന് പറഞ്ഞാൽ തുകയെ എണ്ണം കൊണ്ട് ഹരിക്കണം. ഇളയവൻ്റെ വയസ്സ് 3 ആണെങ്കിൽ വലിയവൻ്റെ വയസ്സ് 5. 3, 5, 8. 8 ഡിവൈഡഡ് ബൈ 2 4 എന്ന് കിട്ടി. അപ്പോൾ 1 എന്ന് പറഞ്ഞാൽ 3 ആണ്, 4 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഒരു മുട്ടായിക്ക് 3 രൂപയാണെങ്കിൽ 4 മുട്ടായിക്ക് എത്ര? 3 × 4 12 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ആൻസർ എത്ര? 12. സോ ആൻസർ എത്ര കിട്ടി? 12. ഓപ്ഷൻ എ ശരിയാണോ? തീർച്ചയായും കണ്ടോ, 12 എന്ന് നമുക്ക് ആൻസർ കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. എ ബസ് ട്രാവൽസ് 100 km/h. Yes, a bus travels at 100 km/h for the first half hour. Later it travels at 80 km/h. Find the time taken by the bus to travel 290 km. നമുക്കിത് മനസ്സിൽ ആലോചിച്ചൊന്ന് ചെയ്താലോ? 100 km/h വേഗത്തിൽ സഞ്ചരിക്കുന്ന ഒരു ബസ് ആദ്യം അരമണിക്കൂർ സഞ്ചരിച്ചു. അപ്പോൾ ആദ്യത്തെ അരമണിക്കൂർ 100 കിലോമീറ്റർ ആണ്. അപ്പോൾ ഒരു മണിക്കൂറിൽ 100 കിലോമീറ്റർ. അപ്പോൾ അരമണിക്കൂറിൽ എത്ര? ഈ 100 km/h എന്ന് പറഞ്ഞാൽ ഒരു മണിക്കൂറിൽ 100 കിലോമീറ്റർ എന്നല്ലേ? അപ്പോൾ അരമണിക്കൂർ കൊണ്ട് 50 സഞ്ചരിച്ചു. ബസ്സിനാകെ സഞ്ചരിക്കേണ്ടത് 290 ആണ്. അപ്പോൾ 50 കഴിഞ്ഞു. 290 നിന്ന് 50 പോയി കഴിഞ്ഞാൽ ബാക്കി എത്ര ഉള്ളത്? 240 ഇനി സഞ്ചരിക്കണം. അപ്പോഴത്തേക്ക് സ്പീഡ് എത്ര ആയിട്ട് കുറഞ്ഞു? 80 km/h ആയി. ഇനി സഞ്ചരിക്കാനുള്ള ദൂരം 240, കയ്യിലുള്ള സ്പീഡ് 80. 240/80 എത്ര കിട്ടും? 240/80 3 മണിക്കൂർ ഇനിയും വേണം. അപ്പോൾ ആകെ എത്ര സമയം എന്നാ? ആദ്യം ഒരു 3 മണിക്കൂർ, ആദ്യം ഒരു അരമണിക്കൂർ, പിന്നെ ഇപ്പോൾ ഒരു 3 മണിക്കൂർ. സോ 3 വരെയും 3.5 മണിക്കൂർ. കണ്ടോ, വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. നമുക്ക് ഒരക്ഷരം പോലും എഴുതാതെ പെട്ടെന്ന് നമുക്ക് ആൻസറിലേക്ക് പോകാം. ഇനി നമുക്ക് എഴുതണമെന്ന് നിങ്ങൾക്ക് നിർബന്ധം അച്ഛാ, ഇങ്ങോട്ട് നോക്കിക്കോളുക. എന്താണ്? എ ബസ് ട്രാവൽസ് അറ്റ് 100 km/h ഫോർ ദ ഫസ്റ്റ് ഹാഫ് അവർ. സോ ഇപ്പോൾ ആദ്യം സഞ്ചരിച്ച ദൂരം എത്ര? ഡിസ്റ്റൻസ് വേണമെങ്കിൽ ഇങ്ങനെയൊക്കെ എഴുതാം. ഫസ്റ്റ് ഹാഫ് അവർ ഇങ്ങനെയൊക്കെ എഴുതിയാൽ പ്രത്യേകം മാർക്ക് ടീച്ചർ തരും കേട്ടോ. അപ്പോൾ 100 km/h ഇൻറ്റു അരമണിക്കൂർ എത്ര കിട്ടും? 50 കിലോമീറ്റർ എന്ന് കിട്ടും. ഇനി ടോട്ടൽ ഡിസ്റ്റൻസ് 290 ആണ്. അപ്പോൾ ഇനിയുള്ള ഡിസ്റ്റൻസ്, ബാലൻസ് ഡിസ്റ്റൻസ് അല്ലെങ്കിൽ റിമൈനിങ് ഡിസ്റ്റൻസ് ഈസ് ഈക്വൽ ടു 290 ആണ് ആകെ ഉള്ളത്. അതിൽ നിന്ന് 50 കുറയ്ക്കുക, എത്ര കിട്ടും? 240 കിലോമീറ്റർ എന്ന് കിട്ടും അല്ലേ? അതിന് നമ്മുടെ കയ്യിലുള്ള സ്പീഡ് 80 ആണ്. അപ്പം അവിടെ എടുക്കുന്ന ടൈം കണ്ടുപിടിക്കാൻ, ടൈം ഫോർ സെക്കൻഡ് ഹാഫ് എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള എഴുതുക. സോ ടൈം ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ സ്പീഡ്. ഡിസ്റ്റൻസ് ഇനിയുള്ളത് 240 ആണ്, കയ്യിലുള്ള സ്പീഡ് 80 ആണ്. എത്ര മണിക്കൂർ എടുക്കും? 3 മണിക്കൂർ. ആകെ സമയം കണ്ടുപിടിക്കണം. ആദ്യം ഒരു അരമണിക്കൂർ 100 കിലോമീറ്ററിൽ ഓടി, പിന്നെ ഒരു 3 മണിക്കൂർ 80 കിലോമീറ്ററിൽ ഓടി. സോ ടോട്ടൽ ടൈം ഈസ് ഈക്വൽ ടു അര പ്ലസ് 3. അരയും 3 കൂടെ കൂട്ടിയാൽ 3.5 മണിക്കൂർ. ആൻസർ 3.5 മണിക്കൂർ. ശരിയാണോ? തീർച്ചയായും. സോ അടുത്ത ചോദ്യം നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 4. 16 persons reap 1/5 of the field in 6 days. How many persons with the same efficiency, ബ്രാക്കറ്റിലാണ്, with the same efficiency are required to reap the rest of the field in 8 days? എടാ മക്കളെ,
ഞാനൊരു ടെക്നിക്ക് പറഞ്ഞുതരാം. ഇത് ആക്ച്വലി നമ്മളിത് പറഞ്ഞിട്ടുള്ളതാണ്. ടൈം ആൻഡ് വർക്ക് എന്ന് പറഞ്ഞൊരു ചാപ്റ്റർ നമ്മൾ എടുത്തപ്പോൾ നമ്മൾ ഈ ബ്രോക്കൺ ചെയിൻ കോൺസെപ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഈ ബ്രോക്കൺ ചെയിൻ കോൺസെപ്റ്റ് അത്യാവശ്യം നിങ്ങൾക്ക് അറിയാമെങ്കിൽ, അല്ലെങ്കിൽ അതിൻ്റെ കുറച്ച് ചോദ്യങ്ങൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ പാട്ടും പാടിക്കൊണ്ട് നല്ല പുട്ടുപോലെ ഈ ചോദ്യം ചെയ്യും. ഇനി നമുക്ക് എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് പ്യോർലി ഡിപ്പെൻഡ്സ് ഓൺ കോമൺ സെൻസ് ആണ് കേട്ടോ. അപ്പോൾ നോക്കാം, നമുക്ക് വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. ഒരു പേനയും വേണ്ട, ഒരു പേപ്പറും വേണ്ട, ഇങ്ങോട്ട് നോക്കിക്കോ. അല്ല, പേനയും പേപ്പറും വെച്ച് ചെയ്യാം. കുറച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിൽ ആലോചിച്ചും ചെയ്യാം കേട്ടോ. അപ്പം ഞാൻ ആദ്യം പറഞ്ഞത് കറക്റ്റ് തന്നെയാണ്. പേനയും പേപ്പറും ഒന്നും എടുക്കാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. ഇപ്പോൾ തൽക്കാലം എൻ്റെ മക്കൾ പേനയും പേപ്പറും ഒക്കെ എടുത്തോ. ഞാൻ പറയുന്ന പോലെ ശ്രദ്ധിച്ച് എഴുതി അങ്ങ് ചെയ്താൽ മതി. ഇങ്ങോട്ട് നോക്കിക്കോ, ശ്രദ്ധിച്ചിരിക്കും. എന്താ പറഞ്ഞിരിക്കുന്നത്? സോ 16 ആളുകൾക്ക് 16%, 1/5 ഓഫ് ദ വർക്ക് ചെയ്യാനായിട്ട് എത്ര ദിവസം വേണം? 6 ദിവസം വേണം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് നമ്മളോട് ചോദിക്കുകയാണ്, ഹൗ മെനി പേഴ്സൺസ് ആർ റിക്വയർഡ്? എത്ര പേര് വേണം? അറിയത്തില്ല. സോ ക്വസ്റ്റ്യൻ മാർക്ക് പേഴ്സൺസിന് ബാക്കി ജോലി. 1/5 ചെയ്തില്ലേ, അപ്പോൾ ബാക്കി എത്ര? 4/5 ചെയ്യണം. എത്ര ദിവസം കൊണ്ട്? റെസ്റ്റ് ഓഫ് ദ ഫീൽഡ് ഇൻ 8 days. 8 ദിവസം. ഇനി ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ചെയ്യണേ. ദാ ഇങ്ങോട്ട് നോക്കിക്കേ. ഈ ചെയിനെയാണ് നമ്മൾ ബ്രോക്കൺ ചെയിൻ എന്ന് വിളിക്കുന്നത്. കാരണം അതിനൊരു പെയറില്ല. ഓൺ സിംഗിളാ അല്ലേ, അതിനൊരു പെയറില്ല. പക്ഷെ ബാക്കിയെല്ലാം നോക്കിക്കേ, പെയറുണ്ട്. 1/5 4/5 എന്ന് പറഞ്ഞൊരു പെയറുണ്ട്, 6 8 എന്ന് പറഞ്ഞൊരു പെയറുണ്ട്. ഈ പെയർ ഇല്ലാതെ ഒറ്റയ്ക്ക് നിന്ന് വിഷമിക്കുന്നവനെ ഇങ്ങനെ എടുക്കണം. 16 into, ആലോചിച്ച് നോക്കുക. ഇനി ഞാൻ പറയുന്നത് നിങ്ങളുടെ കോമൺ സെൻസ് ആട്ടോ. ഇതിനെയും തമ്മിൽ കമ്പയർ ചെയ്യുക. ഈ ചെയിനെയും തമ്മിൽ കമ്പയർ ചെയ്യുക. 1/5 വർക്കിന് 16 പേര് വേണം. അപ്പോൾ 4/5 വർക്കിന് അതിനേക്കാൾ കൂടുതൽ വേണോ കുറവ് വേണോ? 5-1 ജോലി ചെയ്യാൻ 16 പേര് വേണം. 5-4 ജോലി ചെയ്യാൻ, വർക്ക് കൂടിയാൽ ആൾ കൂടുതൽ വേണം. സോ കൂടുതൽ വേണം. കൂടുതൽ എന്ന ഉത്തരവല്ലേ നമുക്ക് വേണ്ടത്? 16-നേക്കാളും കൂടുതൽ വേണം. കൂടുതൽ വേണമെങ്കിൽ, വലുത് കിട്ടണമെങ്കിൽ വലുത് ബൈ ചെറുത്. സിമ്പിൾ. വലുത് കിട്ടണമെങ്കിൽ വലുത് ബൈ ചെറുത്. ഇവിടെ വലുത് ബൈ ചെറുത് എന്ന് പറയുമ്പോൾ വലുതേതാ? 4/5. ഡിവൈഡഡ് ബൈ ചെറുത് 1/5. ഡിവൈഡഡ് ബൈ 1/5 എന്ന് പറഞ്ഞാൽ ഭിന്നസംഖ്യയാണ്. ഭിന്നസംഖ്യ കൊണ്ട് ഹരിക്കാൻ പറഞ്ഞാൽ തിരിച്ചിട്ട് ഗുണിക്കണം. അപ്പോൾ തിരിച്ചിട്ട് ഗുണിക്കുമ്പോൾ 1/5നെ തിരിച്ചിട്ട് ഗുണിച്ചാൽ 5/1 അല്ലെങ്കിൽ 5. അപ്പോൾ ഇത് കഴിഞ്ഞു. ഇനി എന്ത് ചെയ്യണം? ഇനി ഇതാ ഇതും കൂടെ നോക്കണം, കമ്പയർ ചെയ്യണം. 6 ദിവസം കൊണ്ട് 16 പേരാ മക്കളെ. 6 ദിവസം കൊണ്ട് 16 പേര്. 8 ദിവസം കൊണ്ട് എത്ര? 6 ദിവസം കൊണ്ടാണ് 16 പേര്. 8 ദിവസം കൊണ്ട് അതിനേക്കാൾ കൂടുതലോ കുറവോ? നിങ്ങൾക്ക് 6 ദിവസം കൊണ്ട് ഒരു ജോലിയാണെങ്കിൽ 16 പേര് വേണം. 8 ദിവസം കൊണ്ടാണ് നിങ്ങൾക്ക് ആ ജോലി ചെയ്യേണ്ടത്. അപ്പോൾ സമയം കുറഞ്ഞു, സമയം കൂടി. കൂടുതൽ സമയമുണ്ട്, അപ്പോൾ കുറച്ച് മതി. ഇപ്പം 6 ദിവസം കൊണ്ട് ഒരു ജോലി ചെയ്യാൻ 16 പേര് വേണം. 8 ദിവസം കൊണ്ട് ജോലി ചെയ്താൽ മതി. അപ്പോൾ അത്രയും പേര് ഇല്ലേലും കുഴപ്പമില്ല. സോ 16-നേക്കാളും കുറച്ച് മതി, ശരിയല്ലേ? എന്നാൽ 10 ദിവസം കൊണ്ട് തീരേണ്ട ഒരു ജോലി 2 ദിവസം കൊണ്ട് തീരണം. അപ്പം പെട്ടെന്ന് തീരണമെങ്കിൽ ആൾ കൂടി. ഇതന്നെ നമ്മൾ ടൈം ആൻഡ് വർക്കിന്റെ ബേസിക് പ്രിൻസിപ്പിൾ ആയിട്ട് പഠിക്കുന്നത്. എന്തുവാ? വെൻ എഫിഷ്യൻസി ഇൻക്രീസസ് ടൈം ഡിക്രീസസ്. എഫിഷ്യൻസി കൂടിയാൽ എന്ത് കുറയും? ടൈം കുറയും. സോ ടൈമും എഫിഷ്യൻസിയും എപ്പോഴും ഇൻവേഴ്സ് പ്രൊപ്പോർഷൻ ആയിരിക്കും. അത് തന്നെ ഇവിടെ പറയുന്നത് അല്ലേ. ഇവിടെ എന്ത് കുറഞ്ഞു? ടൈം കുറഞ്ഞു. ടൈം കൂടി. 6 ദിവസം എന്നുള്ളത് 8 ദിവസമായി. സോ ടൈം കൂടി. അപ്പോൾ എന്ത് കുറയണം? എഫിഷ്യൻസി കുറയണം. ഓക്കെ, സോ ഇൻറ്റു 6/8 ആണോ അല്ലേ? എഫിഷ്യൻസി ഇവിടെ ടൈം കൂടി, അപ്പോൾ എഫിഷ്യൻസി കുറയണം. അപ്പോൾ കുറവെന്നുള്ളത് കിട്ടണമെങ്കിൽ ചെറുത് ബൈ വലുത്. ചെറുതേതാ? 6. വലുതേതാ? 8. ഓക്കെ, ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. ഇതാ ഈ 5 വെട്ടിപ്പോവും. ഈ 8 2 പ്രാവശ്യം അല്ലേ. അപ്പം 6 × 2 12 × 4 അല്ലെങ്കിൽ 4 × 2 6. 6 × 8 48 ദിവസം വേണം. 48 ദിവസം വേണം. 48 ദിവസം വേണം. ശരിയാണോ? യെസ്. സോ ഓപ്ഷൻ സി ഉണ്ട്, നമുക്ക് നോക്കാം. യെസ്, 48 എന്ന് നമുക്ക് കിട്ടും. സോ ഈ ബ്രോക്കൺ ചെയിൻ കോൺസെപ്റ്റ് ഉപയോഗിച്ചാൽ വളരെ പെട്ടെന്ന് ഇങ്ങനെയൊക്കെ വരുന്ന ചോദ്യങ്ങൾ നമുക്ക് ചെയ്യാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ചുകൂടെ പ്രാക്ടീസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാലോചിച്ചും ഇതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാലോചിച്ച് എഴുതാവുന്ന വാല്യൂസ് അല്ലേ ഇതൊക്കെ. അപ്പോൾ അത് പോട്ടെ, നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 5 എന്താണ്? സ്വസ്തിക്, അങ്ങനെയാണോ വായിക്കുന്നത്? സ്വസ്തിക് purchased a laptop for 75,000 and sold it to Anju, suffering a loss of 10%. Anju sold the same laptop after earning a profit of 20%. At what price in rupees did Anju sell the laptop? Okay, so ആദ്യം പറഞ്ഞിരിക്കുന്ന
സ്വാസ്തിക് പർച്ചേസ്ഡ് എ ലാപ്ടോപ്പ് ഫോർ 75,000. ഈ 75,000 ഇങ്ങനെ ചുമന്നുകൊണ്ട് നടക്കണമെന്നില്ല, 100 എടുത്താലും മതി, ബിക്കോസ് പെർസെൻറ്റേജിലാണ് പറയുന്നത്. സോ ഞാനിവിടെ സ്വസ്തിക്ക് 100 രൂപയ്ക്ക് ലാപ്ടോപ്പ് മേടിച്ചു എന്ന് വിചാരിക്കുക. ആൻഡ് സോൾഡ് ഇട്ട് ടു അഞ്ജു. ഇവൻ ഇത് ആർക്ക് വിൽക്കുന്നു? അഞ്ജുവിന് വിൽക്കുന്നു. എങ്ങനെയാണ് വിൽക്കുന്നത്? 20% ലോസ്. അപ്പോൾ 100 രൂപയുടെ സാധനം അഞ്ജുവിന് കിട്ടുന്നത് 90 രൂപയ്ക്കാണ്. ഇനി അഞ്ജു ഇതെന്ത് ചെയ്യും? അഞ്ജു ആരാ മോള് എന്ത് ചെയ്തത്? 20% ലാഭത്തിന് വിറ്റു. അപ്പോൾ 90-ന് കിട്ടിയ സാധനം 20% ലാഭത്തിന് വിറ്റെന്ന് പറഞ്ഞാൽ 20% ലാഭം എന്ന് എവിടെ കേട്ടാലും മനസ്സിൽ ആലോചിച്ചോണം, സെല്ലിംഗ് പ്രൈസ് 120% ആയിരിക്കും. അപ്പോൾ എത്ര കിട്ടും? 12, 9, 108. അപ്പോൾ ഇതെന്തോ കൊച്ചിൻ്റെ പേരെന്തുവാ? അഞ്ജു. ഇത് ആർക്കാ വിറ്റത്? അഞ്ജു സോൾഡ് ദ സെയിം ലാപ്ടോപ്പ്. അഞ്ജു ആർക്കാ വിറ്റതെന്ന് അറിയത്തില്ല. സോ ലെറ്റ്സ് സേ പൊന്നപ്പൻ. അഞ്ജു പൊന്നപ്പന് വിറ്റെന്ന് വിചാരിച്ചു. ഏതോ ഒരുത്തന് വിറ്റു, പൊന്നപ്പനോ തങ്കമ്മയോ ആർക്കോ വിറ്റു, 108-ന് വിറ്റു. സോ അഞ്ജു വിറ്റത് 108-നാണ് അല്ലേ? അതാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അഞ്ജു വിറ്റത് 108-നാണ്, പൊന്നപ്പൻ മേടിച്ചത് 108-നാണ്. പൊന്നപ്പനാണോ തങ്കപ്പനാണോ നമുക്ക് അറിയത്തില്ല, പക്ഷെ അഞ്ജു വിറ്റത് 108-നാണ്. അപ്പോൾ ഈ 75 എന്ന് പറയുന്നതാണ് 100% അല്ലേ? അഞ്ജു എൻ്റെയൊക്കെ പേര് സ്വസ്തിക്ക് മേടിച്ചത് 75,000 രൂപയ്ക്കാണ് അല്ലേ? അപ്പോൾ അതിനെയാണല്ലോ നമ്മൾ 100 എടുത്തേ. അപ്പോൾ ഇത് 75,000 രൂപ. അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? 108 എത്ര എന്ന് പറഞ്ഞാൽ 75,000-ൻ്റെ 108% കണ്ടുപിടിച്ചാൽ മതി. 75,000-ൻ്റെ 108% എന്ന് പറയുമ്പോൾ 750 ഇൻറ്റു 108. 750 ഇൻറ്റു 108. 750-നെ 108 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എത്ര കിട്ടും? 81,000 എന്ന് കിട്ടും. 81,000. ഓപ്ഷൻ സി 81,000. ശരിയാണോ? യെസ്, ശരി. സോ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. Ajay buys 18 oranges at ₹90 and sells them 15 oranges for ₹105. Find the percentage of his gain. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്നുകിൽ നമുക്ക് ഒരു ഓറഞ്ചിൻ്റെ കോസ്റ്റ് പ്രൈസ് കണ്ടുപിടിച്ച് ഒരു ഓറഞ്ചിൻ്റെ സെല്ലിംഗ് പ്രൈസ് കണ്ടുപിടിച്ച് കോസ്റ്റ് പ്രൈസും സെല്ലിംഗ് പ്രൈസും തമ്മിലുള്ള വ്യത്യാസം എടുത്ത് പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100 എന്ന് പറഞ്ഞിട്ട് ചെയ്യാം. അല്ലെങ്കിൽ വേറൊരു വഴിയുണ്ട്. അതെന്താണെന്ന് നമുക്ക് നോക്കാം. ഇങ്ങോട്ട് നോക്കിക്കോ മക്കളെ. ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? 18 ഓറഞ്ച് 90 രൂപയ്ക്ക് വാങ്ങിച്ചു, എന്നിട്ട് 15 ഓറഞ്ച് 105 രൂപ വെച്ച് വിറ്റു. ഓക്കെ, അപ്പോൾ ഇത് എണ്ണവും ഇത് തുകയുമാണ് പറയുന്നത്. എണ്ണവും തുകയും. ഓക്കെ, ഇതിനെ വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ചെറുതാക്കി എഴുതാമല്ലോ. എല്ലാത്തിനെയും നമുക്ക് ഏതുകൊണ്ടെങ്കിലും ഹരിക്കാൻ പറ്റുമല്ലോ. 3 കൊണ്ട് ഹരിക്കാം. 18-നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 6. 90-നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 30. 15-നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 5. 105-നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടും? 35. ഓക്കെ, അപ്പോൾ ഈ സൈഡ് എന്ന് പറയുന്നത് എണ്ണമാണ്, ഈ സൈഡ് എന്ന് പറയുന്നത് തുകയാണ്. സോ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത്ര എണ്ണം ഇത്ര രൂപയ്ക്ക് വാങ്ങിച്ചു, ഇത്ര എണ്ണം ഇത്ര രൂപയ്ക്ക് വിറ്റു. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ശ്രദ്ധിച്ചിരിക്കണേ. ഇതാ ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക, ക്രോസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 35 ഇൻറ്റു 6 എത്ര കിട്ടും? 210. 30 ഇൻറ്റു 5 എത്ര കിട്ടും? 150. ഇത്രയേ ഉള്ളൂ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ എല്ലാം കൂടി എന്ത് ചെയ്യാം? 10 കൊണ്ട് ഹരിക്കാം. കാരണം 15 21 അല്ലേ? 150-ഉം 210 അല്ലേ? വേണമെങ്കിൽ 15:21 എഴുതാം. എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങളുടെ കോസ്റ്റ് പ്രൈസും ഇത് നിങ്ങളുടെ സെല്ലിംഗ് പ്രൈസും ആയിട്ട് എടുത്ത് എഴുതാം. 15-നെ 21-നെ വേണമെങ്കിൽ ഇനിയും ചെറുതാക്കാം, തൽക്കാലം പോട്ടെ. ഞാനിപ്പോൾ ഇങ്ങനെ എഴുതി. ഇത് നമ്മൾ പ്രോഫിറ്റ് പെർസെൻറ്റേജ് കാണണം. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എത്ര? 15 രൂപയുടെ സാധനം 21 രൂപയ്ക്ക് വിറ്റെന്ന് അതിൻ്റെ അർത്ഥം. പ്രോഫിറ്റ് എത്ര കിട്ടുക? 6 രൂപ പ്രോഫിറ്റ്. പ്രോഫിറ്റ് പെർസെൻറ്റേജ് എങ്ങനെ കണ്ടുപിടിക്കും? പ്രോഫിറ്റ് പെർസെൻറ്റേജ് ഈസ് ഈക്വൽ ടു പ്രോഫിറ്റ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് പ്രൈസ് ഇൻറ്റു 100. പ്രോഫിറ്റ് എത്ര മക്കളെ? 6. കോസ്റ്റ് പ്രൈസ് എത്ര? 15 ഇൻറ്റു 100 അല്ലേ? ഇതിനെ വേണമെങ്കിൽ നമുക്ക് 6-ൻ്റെ പകുതി ഇവിടെ 3 2 പ്രാവശ്യം, ഇവിടെ 5 പ്രാവശ്യം അല്ലേ? സോ 5 എത്ര പ്രാവശ്യം? 20. 20 ഇൻറ്റു 2 40% എന്ന് നമുക്ക് ആൻസർ കിട്ടും. ശരിയാണോ? 40% ഓപ്ഷനിലുണ്ടോ? ഓപ്ഷനിലുണ്ട്. ശരിയാണോ? എക്സാക്ട്ലി 40%. സോ ഇങ്ങനെയും നമുക്ക് ചെയ്യാം. അപ്പം ഇങ്ങനെ ചെയ്യുമ്പോൾ കുറച്ചുകൂടി എളുപ്പം, നമുക്ക് ഫ്രീഡം ഉണ്ട്, നമുക്ക് ചെറുതാക്കി ചെയ്യാനൊക്കെ ഉള്ള ഒരു ഫ്രീഡം ഉണ്ട്. സോ അങ്ങനെ ചെയ്ത് നമുക്ക് ആൻസറിലേക്ക് പെട്ടെന്ന് പോകാം കേട്ടോ. അല്ലെങ്കിൽ ഒരെണ്ണത്തിൻ്റെ കോസ്റ്റ് പ്രൈസ്, ഒരെണ്ണത്തിൻ്റെ സെല്ലിംഗ് പ്രൈസ്, അത് വെച്ചിട്ട് അങ്ങനെയും നമുക്ക് ചെയ്തു പോകാം. നിങ്ങൾക്ക് ഏതാ എളുപ്പമെന്ന് വെച്ചാൽ അങ്ങനെ ചെയ്യുക. സോ ഇതൊരു ഷോർട്ട് കട്ട് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. ഓക്കെ, സോ അടുത്ത ചോദ്യം, ക്വസ്റ്റ്യൻ നമ്പർ 7. ഇൻ വാട്ട് റേഷ്യോ ഷുഡ് എ ഷോപ്പ് കീപ്പർ മിക്സ് rice and wheat costing ₹12 per kg and ₹15 per kg to make the mixture worth ₹14 per kg? വളരെ എളുപ്പമാണ്. ഫസ്റ്റ് സാധനം, സെക്കൻഡ് സാധനം, 2 ടൈപ്പ് അരിയാണ്. ആദ്യത്തേൻ്റെ വില എത്ര മക്കളെ?
12, അടുത്തതിൻ്റെ വിലയാണ് 15. അപ്പോൾ 12 രൂപ വിലയുള്ള അരിയും 15 രൂപ വിലയുള്ള അരിയും കൂടെ ചേർത്ത് പുതിയൊരു മിക്സ്ചർ ഉണ്ടാക്കുന്നു. ആ മിക്സ്ചറിന് 14 രൂപ ചിലവാകണം എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. സോ ഇതിൽ ഏത് റേഷ്യോയിലാണ്? റേഷ്യോ ചോദിച്ചാൽ നമ്മൾ അലിഗേഷൻ എടുക്കും. ഇത് തമ്മിലുള്ള വ്യത്യാസം 12ഉം 14ഉം തമ്മിലുള്ള വ്യത്യാസം 2, 15ഉം 14ഉം തമ്മിലുള്ള വ്യത്യാസം 1. സോ എത്ര കിട്ടുന്നു? 1:2. ഓപ്ഷനിലുണ്ടോ? യെസ്, ഓപ്ഷൻ ബി ശരിയാണോ? അല്ലാതെ അവിടെ പോകാൻ. സോ ആൻസർ എത്രയാണ്? 1:2. സോ ഈ ഒരു രീതി ഉപയോഗിച്ച്, അലിഗേഷൻ ഉപയോഗിച്ച് ഇങ്ങനെ വരുന്ന ചോദ്യങ്ങളൊക്കെ നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാം. നമ്മൾ ക്ലാസ് എടുത്തിട്ടുള്ളതാണ്, യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്, കണ്ടു നോക്കുക. അടുത്ത ചോദ്യം. A conical tent is 9 meter high and the radius of its base is 12 meter. What is the area of the canvas required to cover? അപ്പോൾ നമുക്കൊരു കോണുണ്ട്. ഞാൻ വളരെ മനോഹരമായി വരയ്ക്കും എന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പം ഇന്ന് നമുക്ക് നോക്കാം. കണ്ടോ, എ ആണ്. ആഹാ, ഒരു കോൺ. ഭാഗ്യം, എന്തോ നേരെ ചൊവ്വയൊക്കെ വന്ന്. അപ്പോൾ ഇതൊരു കോണാണ്. ഈ കോണിൻ്റെ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ട് മക്കളെ. എത്രയാണ് ഹൈറ്റ്? എത്ര? 9 മീറ്റർ. റേഡിയസ് പറഞ്ഞിട്ടുണ്ട്. റേഡിയസ് എത്ര പറഞ്ഞിരിക്കുന്നത്? റേഡിയസ് ഓഫ് ഇറ്റ്സ് ബേസ് ഇത്രയും 12. നമുക്ക് കാരണം ക്യാൻവാസ് റിക്വയർഡ് ടു കവർ ഇറ്റ്. ഇത് കവർ ചെയ്യാൻ ഒരു ക്യാൻവാസ് കൊണ്ട് നമ്മൾ ഇതിനെ കവർ ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഇത്രയും ഭാഗത്തല്ലേ നമ്മൾ ക്യാൻവാസ് കൊണ്ട് കവർ ചെയ്യുക. അല്ലാതെ അടിവശം കവർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഇത്രയും കവർ ചെയ്യണം. ഇതിനെ നമ്മൾ പറയുന്നത് ഇതിൻ്റെ സർഫസ് ഏരിയ എന്നാണ്. ഇതിൻ്റെ കർവ്ഡ് സർഫസ് ഏരിയ. അപ്പോൾ അത് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. ആ ഇക്വേഷനാണ് πRL. അപ്പോൾ എൽ എന്ന് ചോദിച്ചാൽ അതാണ്ട് ഈ സാധനമാണ്, സ്ലാൻഡ് ഹൈറ്റ്. ഇതാണ് എൽ എന്ന് പറയുന്നത്. ഇതെങ്ങനെ കണ്ടുപിടിക്കും മക്കളെ? ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മട്ടത്രികോണം അല്ലേ, റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ. റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടനസ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? എൽ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് ബി സ്ക്വയർ പ്ലസ് എച്ച് സ്ക്വയർ. അതായത് പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ സമം കർണം സ്ക്വയർ. സോ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 12ന്റെ സ്ക്വയർ പ്ലസ് 9ന്റെ സ്ക്വയർ. സോ ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 12ന്റെ സ്ക്വയർ എത്ര? 144 പ്ലസ് 81 ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 225 ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു 15 അല്ലേ. 15 എന്ന് കിട്ടി. അപ്പോൾ പൈയുമായി ആറുമായി എല്ലുമായി എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. സോ πRL പൈ എന്ന് പറഞ്ഞാൽ പൈ ആയിട്ട് തന്നെ എടുത്തോളാനാണ് പറഞ്ഞേക്കുന്നത്. നമ്മളതുകൊണ്ട് ഓപ്ഷൻസിനകത്തിലെല്ലാം മെസ്സേജ് വരും. സെക്കൻഡേ. അപ്പോൾ പൈ എന്ന് പറഞ്ഞാൽ പൈ ആയിട്ട് തന്നെ എടുക്കുക. ആറെന്ന് പറഞ്ഞാൽ എത്ര? ഇവിടെ 12. എൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടി? 15. അപ്പോൾ 12 × 15 എത്ര കിട്ടും മക്കളെ? 180 എന്ന് കിട്ടും. പൈ എന്ന് പറഞ്ഞാൽ പൈ തന്നെ. അപ്പോൾ 180 മീറ്റർ സ്ക്വയർ. 180 പൈ ഉണ്ട്. 180 പൈ എന്ന് കിട്ടും നമ്മുടെ ആൻസർ. 180 പൈ സ്ക്വയർ മീറ്റർ. ഓപ്ഷൻ എ. യെസ്, ഓപ്ഷൻ എ. കണ്ടോ, വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടി. അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം. ഇൻ വാട്ട് ടൈം 1200 വിൽ ബിക്കം 1344 അറ്റ് ദ റേറ്റ് ഓഫ് 6% ആനുവൽ സിമ്പിൾ ഇൻട്രസ്റ്റ്? ഓക്കെ, നിങ്ങളുടെ കയ്യിൽ 1200 രൂപയുണ്ട്. 1200 രൂപയുണ്ട്. അതെത്ര ആവണം? 1344 ആവണം. അപ്പോൾ എത്ര രൂപ പലിശ കിട്ടണം? 1200 രൂപ 1344 രൂപയാവണമെങ്കിൽ നിങ്ങൾക്ക് കിട്ടേണ്ട ഇൻട്രസ്റ്റ് എത്ര? ഇത് സിമ്പിൾ ഇൻട്രസ്റ്റും കോമ്പൗണ്ട് ഇൻട്രസ്റ്റും ഒരിക്കലും നിങ്ങൾ ഇക്വേഷൻ ഫോക്കസ്ഡ് ആയിട്ട് പഠിക്കരുത്. ഈ സാധനം എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് പ്യോർലി പെർസെൻറ്റേജ്. സിമ്പിൾ ഇൻട്രസ്റ്റ് ആണെങ്കിലും കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് ആണെങ്കിലും. ഓക്കെ, യെസ്. അപ്പോൾ ഇവിടെ കിട്ടുന്ന ഇൻട്രസ്റ്റ് എത്ര? 144 രൂപ. എങ്ങനെ കിട്ടി? 1200 1344 തമ്മിലുള്ള വ്യത്യാസം 144. ഇനി ഇവിടെ വേറെ കാര്യം പറഞ്ഞിട്ടുണ്ട്, 6% ആനുവൽ സിമ്പിൾ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു വർഷം നിങ്ങൾക്ക് 1200ന്റെ 6% പലിശയായിരിക്കും കിട്ടുന്നത്. 12 6 72. ഇവിടെ മക്കളെ ഒരു വർഷം 72 രൂപ പലിശ കിട്ടും. അങ്ങനെ എത്ര വർഷം വേണം 144 കിട്ടാനെന്നാണ് ചോദ്യം. സോ നമ്പർ ഓഫ് ഇയേഴ്സ് ഈസ് ഈക്വൽ ടു, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇക്വേഷൻ എഴുതാം, ഇൻട്രസ്റ്റ് ഡിവൈഡഡ് ബൈ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഇക്വേഷൻ എഴുതാം. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. എന്താണ്? 144 രൂപ കിട്ടണം. ഒരു വർഷം 72 വെച്ചേ കിട്ടത്തുള്ളൂ. അപ്പോൾ എത്ര വർഷം വേണം? 2 വർഷം. 2 years. ശരിയാണോ? ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഇത് മനസ്സിലാലോചിച്ചുകൂടെ? 1200ഉം 1044 വ്യത്യാസം എത്ര? 844.
1200-ന്റെ 6%. പെർസെൻറ്റേജും 2 പൂജ്യം കൂടെ വെട്ടിക്കളയുക. അപ്പോൾ 6%-ലെ ഈ ശതമാനവും ഈ 2 പൂജ്യം വെട്ടിപ്പോയിട്ട് 12 6 72. ഒരു വർഷം 72. 144 കിട്ടണം. 72-ന്റെ ഇരട്ടി 144. സോ പെട്ടെന്ന് ആൻസർ കിട്ടത്തില്ലേ? മനസ്സിലാലോചിച്ച് പേനയും പേപ്പറും വല്ലതും വേണോ? വേണ്ട. അടുത്ത ചോദ്യം, ദ പെരിമീറ്റർ ഓഫ് എ റെക്ടാംഗിൾ ഹൂസ് ലെങ്ത് ആൻഡ് ബ്രെഡ്ത്ത് ആർ ഇൻ റെസ്പെക്റ്റീവ് റേഷ്യോ ഓഫ് 5:3 is 64. ഒരു റെക്ടാംഗിൾ, ഒരു റെക്ടാംഗിൾ ലെങ്തും ഉണ്ടാവും ബ്രെഡ്ത്തും ഉണ്ടാവുമല്ലോ. ഈ ലെങ്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 5ഉം 3ഉം അല്ലേ? സോ ലെങ്ത് ഈസ് ടു ബ്രെഡ്ത്ത് റേഷ്യോ ആണ് 5:3. ഞാനിവിടെ എഴുതിയേക്കുന്നത് നോക്കണ്ട കേട്ടോ, ഞാനത് ഫിഗറിന് ചേരുന്ന രീതിയിൽ അങ്ങ് എഴുതിയെന്നേ ഉള്ളൂ. വലുത് 5 3 എന്ന് എഴുതിയത്. ഇവിടെ നിങ്ങൾ പറഞ്ഞേക്കുന്ന പോലെ എഴുതിക്കും, കുഴപ്പമൊന്നുമില്ല. സോ ലെങ്തും ബ്രെഡ്ത്തും 5:3 എന്ന റേഷ്യോ ആണ്. പെരിമീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? 2L 2B എന്ന് പറയുമ്പോൾ 2 × L+B എന്ന് പറയുന്നത് 64 ആണ്. അപ്പോൾ L+B എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 2 കൊണ്ട് ഗുണിച്ചിരിക്കുന്നു, അപ്പുറത്ത് പോകുമ്പോൾ 2 കൊണ്ട് ഹരിക്കണം. 64 ഡിവൈഡഡ് ബൈ 2 32. അപ്പോൾ L+B എത്ര മക്കളെ? 32. എടാ എല്ലിന് പകരം 5 എഴുതാമല്ലോ, കാരണം എല്ലിന് 5x വേണമെങ്കിൽ നിങ്ങൾ x ഇടുവാണെങ്കിൽ 5x 3x. ഞാനിവിടെ എല്ലിന് വരെ 5 എഴുതി, ബിക്ക് വരെ 3 എഴുതി. 5 3 എത്ര? 8. 8 എന്ന് പറയുന്നല്ലയോ മക്കളെ 32 ആണോ? ഇട 8 എന്ന് പറയുന്നല്ലയോ 32? അതെ. അപ്പോൾ 1 എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 8 മുട്ടായിക്ക് 32 രൂപ. ഒരു മുട്ടായുടെ വില എത്ര? 32/8 4 എന്ന് കിട്ടി. എത്ര കിട്ടി? 4 എന്ന് കിട്ടി. കണ്ടുപിടിക്കേണ്ടത് എന്തുവാ? വാട്ട് ഈസ് ദ ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാംഗിൾ? ബ്രെഡ്ത്ത് ഓഫ് ദ റെക്ടാംഗിളിനെ റെപ്രസെൻറ്റ് ചെയ്യുന്ന ആളാരാ? 3 അല്ലേ? 1 എന്ന് പറയുന്നത് 4 അല്ലേ? അപ്പോൾ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 3 അല്ലേ? എന്ന് പറഞ്ഞാൽ 3 × 4 12 സെൻറ്റിമീറ്റർ. സോ ആൻസർ എത്ര കിട്ടും നമുക്ക്? 12 സെൻറ്റിമീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. മനസ്സിലായോ? ശരിയാണോ? യെസ്. അപ്പോൾ വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നൊരു ചോദ്യമാണിതും. അപ്പോൾ ഇന്ന് ഏകദേശം നമ്മളൊരു 10 ചോദ്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അവസാനം നമ്മളുടെ താങ്ക് യുയിലേക്ക് എത്തി. എല്ലാവരും കാണാൻ കാത്തിരിക്കുന്ന സ്ലൈഡാണത്. താങ്ക് യു. അവസാനം തീർന്നല്ലോ എന്നുള്ള ആശ്വാസം. അപ്പോൾ ഒരു ലൈവ് ക്ലാസ് ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. എക്സാമിന് മുൻപ് സാഹചര്യങ്ങളൊക്കെ അനുകൂലമായി വന്നാൽ നടക്കും. ഒരുപാട് തിരക്കുകൾക്കിടയിൽ എല്ലാ കാര്യങ്ങളും ഈ സ്വയം ചെയ്യുന്നത് കൊണ്ട് ഒരുപാട് സമയം എനിക്ക് അങ്ങനെ കിട്ടാറില്ല. ലൈവിന് വേണ്ടിയൊക്കെ വന്നിരിക്കുമ്പോൾ 2-3 മണിക്കൂർ ഇരുന്ന് കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചെയ്യിപ്പിക്കണമെന്നൊക്കെ ഭയങ്കര അതിയായ ആഗ്രഹം എനിക്കുണ്ട്. പക്ഷേ പലപ്പോഴും എൻ്റെ ആ ഒരു സാഹചര്യങ്ങൾ കൊണ്ട് അത് നടക്കാറില്ല. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ നമ്മൾ അതൊക്കെ കാര്യമായിട്ട് ചെയ്യും. കുറച്ചുകൂടെയൊക്കെ ആ കാര്യങ്ങളിലൊക്കെ ഞാൻ ശ്രദ്ധിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും അതൊക്കെ ഇനി നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഭാവിയിൽ ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്ന ചില കാര്യങ്ങളിൽ കൂട്ടത്തിൽ പെടുന്നതാണ് അതൊക്കെ. അപ്പോൾ എന്തായാലും ഇന്നിപ്പോൾ ഇങ്ങനെ നിൽക്കട്ടെ. അപ്പം പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ടെൻഷനൊന്നും വേണ്ട. ടെൻഷൻ കൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും നേടിയിട്ടുള്ളവരാരുമില്ല. ടെൻഷൻ ഇല്ലാതിരിക്കുക, ധൈര്യമായി പരീക്ഷയെ സമീപിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ കഴിയുന്നത്ര മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ എപ്പോഴും നിങ്ങളോട് പറയുന്നതാണ്, പ്രാക്ടീസ്. നമ്മുടെ ആപ്ലിക്കേഷനൊക്കെ ഉപയോഗിക്കുക. അതിൽ ധാരാളം ചോദ്യങ്ങളുണ്ട്, അതൊക്കെ ചെയ്ത് പഠിക്കുക. അപ്പോൾ എന്തായാലും അങ്ങനെ നിൽക്കട്ടെ. സോ ബാക്കി നമുക്ക് അടുത്ത ദിവസം. താങ്ക് യു സോ മച്ച്.